ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസ് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള മൂന്നാമത്തെ ടോപ്പിക് എന്ന നിലയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്ന, അതായത് ബ്രേക്ക് ഇവൻ അനാലിസിസ്, CVP അനാലിസിസ് എന്നീ ടോപ്പിക്കിൻ്റെ കൂടെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ CVP അനാലിസിസ് വരെയാണ് പഠിച്ചു നിർത്തിയത്. 2-3 ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ടോപ്പിക്കിലും ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യും. ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ 1-2 പ്രോബ്ലം കൂടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ അങ്ങ് നോക്കുക. അപ്പോൾ എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ മോഡ്യൂളിൽ നിന്ന്, ഈ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് 2 ടോപ്പിക്കിൽ നിന്നായിരിക്കും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. രണ്ടും സിമിലർ, ഈ CVP അനാലിസിസും മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസും, ഈ 2 ടോപ്പിക്കിൽ നിന്നാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ടായിരിക്കും, 1-2 ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് CVP അനാലിസിസിൽ നിന്നും, രണ്ടാമത്തത് മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസ് എന്ന ഈ ടോപ്പിക്കിൽ നിന്നും ആയിരിക്കും. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് സോൾവ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ബേസിക് ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്, അപ്ലൈ ചെയ്യുന്ന രീതി മാത്രമേ മാറത്തുള്ളൂ. എന്തായാലും ഞാൻ ഈ ടോപ്പിക്ക് എടുക്കുന്നതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത ഈ ബ്രേക്ക് ഇവൻ അനാലിസിസിൻ്റെ ഒരു കാര്യം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ ഒരു ഗ്രാഫും കൂടെ നമ്മൾ കുറച്ച് പഠിക്കാനായിട്ടുണ്ട്. ഞാനത് എടുക്കാത്തതെന്ന് വെച്ചാൽ ബ്രേക്ക് ഇവൻ അനാലിസിസ് എന്ന സംഭവം നമ്മുടെ സിലബസിൽ എടുത്ത് മെൻഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഈ ഗ്രാഫ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പക്ഷേ ബ്രേക്ക് ഇവൻ അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇതിൻ്റെ ഈ ഗ്രാഫിക്കലായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. നമുക്ക് ഈ ബ്രേക്ക് ഇവൻ അനാലിസിസ് സംഭവം തന്നെ ഗ്രാഫ് വരച്ച് സോൾവ് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. മാത്തമാറ്റിക്കൽ, ന്യൂമറിക്കലി, അതായത് അനാലിറ്റിക്കലി സോൾവ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രാഫ് വരച്ച്, ഗ്രാഫ് പ്ലോട്ട് ചെയ്തും സോൾവ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവത്തിന് ഗ്രാഫിക്കലായിട്ടുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പം എക്സാമിന് ബ്രേക്ക് ഇവൻ അനാലിസിസ് എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫും, ഈ ഒരു സാമ്പിൾ ഗ്രാഫും കൂടെ വരച്ച് നിങ്ങൾക്ക് സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെയിൽസ് വോളിയം, അതായത് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സ്, എത്ര പ്രോഡക്ട്സ് വെച്ച് മാനുഫാക്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നു, ആ യൂണിറ്റ്സ്, അതാണ് ഇതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അതാണ് വോളിയം, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സംഭവം, അതാണ് എക്സ് ആക്സിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. വൈ ആക്സിസ് എന്ന് പറയുന്ന കോസ്റ്റ് അല്ലെങ്കിൽ റവന്യൂ, അതായത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് ഉണ്ടായി, അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പം കിട്ടുന്ന റവന്യൂ, സെയിൽസ് സെല്ല് ചെയ്യുമ്പം കിട്ടുന്ന റവന്യൂ എന്താണെന്ന്. അപ്പോൾ അത് രണ്ടും, അതായത് എമൗണ്ട് റുപ്പീസിൻ്റെ ആ ഇതിലായിരിക്കും അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വൈ ആക്സിസിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ലൈൻസൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ ഇതിൽ ഓരോ ലൈൻസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ഈ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഈ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പം നിങ്ങൾ കാണപ്പം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈനാണ്. അത് നേരെ വന്ന് ഈ വൈ ആക്സിസിൽ കൊണ്ട് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ സംഭവം എന്തെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് വരുമല്ലോ. അപ്പോൾ ആ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സർട്ടൺ എമൗണ്ട് ആയിരിക്കണം, 10,000 റുപ്പീസ്. നമ്മൾ എക്സാമ്പിളായിട്ട് കണ്ട പ്രോബ്ലത്തിൽ ഒരു മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ് ആയിട്ട് വന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്താലും, ഒരു യൂണിറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിലും 100 യൂണിറ്റ്സ് ആയിട്ട് ഉണ്ടാക്കുന്നതെങ്കിലും 1000 യൂണിറ്റ്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിലും തിയററ്റിക്കലി ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരച്ചിരിക്കുന്നത്. അതായത് എത്ര യൂണിറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച്, വോളിയം ഓഫ് സെയിൽസ് അല്ലെങ്കിൽ വോളിയം, പ്രൊഡക്ഷൻ വോളിയം കൂടുന്നതനുസരിച്ച്, അതായത് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് കൂടുന്നില്ല. ഫിക്സഡ് കോസ്റ്റാണ്, അതിൻ്റെ കോസ്റ്റ് കൂടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനായിട്ട് വന്നിരിക്കുന്നത്. അതേസമയം വേരിയബിൾ കോസ്റ്റ് നമുക്കറിയാം, ഇതാണ് ഈ വേരിയബിൾ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ, അതായത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ക്വാണ്ടിറ്റി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരും. ഒരു യൂണിറ്റാണ് ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 100 റുപ്പീസാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ കണ്ടു. 2 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ 200 റുപ്പീസ് ആയിരിക്കും പ്രൊഡക്ഷൻ കോസ്റ്റ്. 5 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ 500 റുപ്പീസാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പ്രോബ്ലം വെച്ച്. അപ്പോൾ അതായത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും. അതേ പ്രൊപ്പോർഷനിൽ വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈനായിരിക്കും കിട്ടുന്നത്. അത് ഹൊറിസോണ്ടൽ ലൈനോ വെർട്ടിക്കൽ ലൈനോ ആയിരിക്കത്തില്ല, ഒരു പർട്ടിക്കുലർ ആംഗിളിലുള്ള ലൈനായിരിക്കും. കാരണം അതായത് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കോസ്റ്റും കൂടി പോകുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വേരിയബിൾ കോസ്റ്റിനെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും, കാരണം ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കോസ്റ്റ് മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആംഗിളിലുള്ള ലൈനായിരിക്കും, കാരണം ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച്, പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും, പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, പക്ഷേ ഇങ്ങനെ ആംഗിൾ ഉള്ള ഒരു ലൈനായിരിക്കും.
അപ്പോൾ ഇത് രണ്ടും കൂടെ ടോട്ടൽ കോസ്റ്റ് ലൈൻ അടുത്ത വരുന്ന ഒരു ലൈനാണ് ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടെയുള്ള സമ്മ് അതെടുക്കപ്പോഴാണ് നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് ലൈൻ കിട്ടുന്നത്. ആ ടോട്ടൽ കോസ്റ്റ് ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ഒറിജിനിൽ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്, അതാണ് ഈ ടോട്ടൽ കോസ്റ്റ്. ആ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് അതിൻ്റെ വാല്യൂ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ കോസ്റ്റ് ലൈൻ ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഫിക്സഡ് കോസ്റ്റ് എത്രയാണോ, ഇപ്പം ഒരു യൂണിറ്റ് പോലും ഉണ്ടാക്കുന്നില്ല എങ്കിൽ അവിടെ ഒരു ഫിക്സഡ് കോസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു യൂണിറ്റ് പോലും ഉണ്ടാക്കുന്നില്ല എങ്കിലും അപ്പോൾ വേരിയബിൾ കോസ്റ്റ് 0 ആണെങ്കിൽ പോലും ഫിക്സഡ് കോസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഈ പോയിന്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല, ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോളും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ ആ ഒരു വാല്യൂ എടുത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വേരിയബിൾ കോസ്റ്റ് ലൈനിൻ്റെ പാരലായിട്ട് തന്നെയായിരിക്കും ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ വരുന്നത്. നിങ്ങൾ കാണുമ്പോൾ അറിയാം, രണ്ടിൻ്റെ ആംഗിൾ ഏകദേശം സെയിം തന്നെയാണ്. ഈ ലൈനിൻ്റെ ആംഗിളും ഈ ടോട്ടൽ കോസ്റ്റ് ലൈനിൻ്റെ ആംഗിളും സെയിം തന്നെയാണ്. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റ് ലൈനിൻ്റെ പാരലായിട്ട് തന്നെയായിരിക്കും ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഫിക്സഡ് കോസ്റ്റ് ലൈൻ വന്ന് വൈ ആക്സിസിൽ എവിടെയാണോ ഒന്ന് ടച്ച് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്നായിരിക്കും ടോട്ടൽ കോസ്റ്റ് ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ പോലെ കിട്ടും, ഈ റെഡ് കളറുള്ള ഈ ഒരു ലൈൻ പോലെ കിട്ടും. അതോടെ നിൽക്കട്ടെ. ഇനി അടുത്ത അവസാനത്തെ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂ ലൈൻ, അതായത് സെയിൽസ് നടത്തുമ്പം കിട്ടുന്ന റവന്യൂ എത്രയാണെന്നോ അത് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ് ഈ ടോട്ടൽ റവന്യൂ ലൈൻ എന്ന് പറയുന്നത്. അത് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നില്ല എങ്കിൽ റവന്യൂ 0 ആയിരിക്കും. ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ റവന്യൂ ചെറുതായിട്ട് വരും. 2 പ്രോഡക്റ്റ് കിട്ടുമ്പോൾ വീണ്ടും റവന്യൂ അതിൻ്റെ ഡബിൾ ആയിരിക്കും. 3 പ്രോഡക്റ്റ് കിട്ടുമ്പോൾ പിന്നെ റവന്യൂ കൂടും. അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് റവന്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് റവന്യൂ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന 0 അത് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു റേഷ്യോയിൽ അങ്ങനെ പ്രൊപ്പോർഷനായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഈ ടോട്ടൽ റവന്യൂ ലൈൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന സംഭവമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് എടുത്തത്. ഈ ഇക്വേഷൻ വെച്ച് ബ്രേക്ക് ഈവൻ പോയിന്റാണ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ പോയിന്റിന് നമ്മളൊരു പ്രത്യേകത പറഞ്ഞു, അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് കണ്ടീഷനാണ് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് റവന്യൂവും കോസ്റ്റും ഈക്വലായിട്ട് വരുന്ന ആ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇതിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. കോസ്റ്റും റവന്യൂവും ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റും സെയിൽസ് റവന്യൂവും ഈക്വലായിട്ട് വരുന്ന പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ കോസ്റ്റും ഈ റവന്യൂവും ഈക്വലായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് ഈക്വലായിട്ട് വരുന്നു എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വലായിട്ട് വരുന്നത്, രണ്ടും ഒരേ പോയിന്റ് ആയിട്ട് വരുന്ന ഒരേപോലെ വരുന്ന ആ സ്ഥലത്താണ് ഈ 2 ലൈൻസും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ കോസ്റ്റ് ലൈനും ടോട്ടൽ റവന്യൂ ലൈനും ഈ 2 ലൈനും കൂടി ഈക്വൽ, ആ 2 ലൈനും കൂടെ പ്ലോട്ട് ചെയ്യപ്പം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റിൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈക്വലായിട്ട് വരുന്നതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ നേരെ എക്സ് ആക്സിലോട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ക്വാണ്ടിറ്റി കിട്ടും. ആ ക്വാണ്ടിറ്റിയാണ് ഈ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ വോളിയം, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ, നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഈ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഗ്രാഫിക്കലി നമ്മൾ ഈ ഡാറ്റ എടുത്ത് പ്ലോട്ട് ചെയ്തിട്ട് ഈ 2 ലൈൻസും ടോട്ടൽ കോസ്റ്റ് ലൈനും ടോട്ടൽ റവന്യൂ ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ എക്സ് ആക്സിസിലോട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയാണെന്നുള്ളത് യൂണിറ്റ്സിൽ കിട്ടും. അത് വൈ ആക്സിസിലോട്ട് പ്ലോട്ട് ചെയ്യുമ്പം ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണെന്ന് നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എക്സ് ആക്സിലോട്ട് എടുക്കുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയാണെന്ന് നമുക്ക് ഗ്രാഫിക്കലിയൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രാഫിൽ മെയിനായിട്ട് 4 ലൈൻസാണുള്ളത്. ഫിക്സഡ് കോസ്റ്റ് ലൈനും വേരിയബിൾ കോസ്റ്റ് ലൈനും. ഫിക്സഡ് കോസ്റ്റ് ലൈന് നമ്മൾ വൈ ആക്സിസിനായി സ്റ്റാർട്ട് ചെയ്യുക, അത് ഒറിജിനിൽ നല്ല വൈ ആക്സിസിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. വേരിയബിൾ കോസ്റ്റ് ലൈൻ ഒറിജിനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ കോസ്റ്റ് ലൈനും വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടെയുള്ള സമ്മാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഫിക്സഡ് കോസ്റ്റ് ലൈൻ എവിടെയാണോ വൈ ആക്സിസിൽ വന്ന് ടച്ച് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്നായിരിക്കും ടോട്ടൽ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ വേരിയബിൾ കോസ്റ്റ് ലൈനിൻ്റെ പാരലായിട്ടുള്ള ലൈൻ തന്നെയായിരിക്കും ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെയുള്ള ടോട്ടൽ റവന്യൂ ലൈൻ, നമ്മൾ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പം കിട്ടുന്ന റവന്യൂ അതിൻ്റെ ഡാറ്റ വെച്ച് പ്ലോട്ട് ചെയ്യുന്ന അതാണ് ടോട്ടൽ റവന്യൂ ലൈൻ എന്ന് പറയുന്നത്. അത് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, പക്ഷേ ആംഗുലാർ ലൈൻ ആയിരിക്കും. അപ്പോൾ ഈ 2 ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റ്, അതായത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വലായിട്ട് വരുന്ന ആ പോയിന്റിൽ വെച്ചിട്ടായിരിക്കും ഈ 2 ലൈൻസും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും. അത് എക്സ് ആക്സിലോട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയാണെന്ന് കിട്ടും. വൈ ആക്സിസിലോട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണെന്നൊക്കെ കിട്ടും.
ഇതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതുപോലൊരു ഗ്രാഫ് നമ്മുടെ ഈ മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ഈ ഒരു ഗ്രാഫും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ആക്ച്വലി ബ്രേക്ക് ഈവൻ അനാലിസിസ് തന്നെ നമ്മുടെ സിലബസിലില്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതുപോലത്തെ തന്നെ ഗ്രാഫ് നമ്മുടെ ഈ മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഗ്രാഫ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, കാരണം ഈ ടോപ്പിക്ക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഈ ടോപ്പിക്ക് മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസ് എന്ന സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസ് അല്ലെങ്കിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്നൊക്കെ പറയും. മേക്ക് ഓർ ബൈ, ചില ടെക്സ്റ്റ് ബുക്കിൽ മേക്ക് ഓർ ബൈ എന്നാണ് ടോപ്പിക്കിന് കൊടുത്തിട്ടുള്ളത്. രണ്ടും സെയിം തന്നെയാണ്, മാനുഫാക്ചറിങ് ഓർ പർച്ചേസ് അല്ലെങ്കിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ, ഈ രണ്ട് ടോപ്പിക്കും സെയിം തന്നെയാണ്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ പ്രോഡക്റ്റിൻ്റെ അകത്ത് ഒരുപാട് കമ്പോണൻസ് കാണും. ഇപ്പോൾ ഒരു കമ്പനി ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലുള്ള എല്ലാ കമ്പോണൻസും ആ കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ചില കമ്പോണൻസ് എന്ന് പറയുന്നത് മറ്റുള്ള കമ്പനീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഐറ്റം ആയിരിക്കാം, എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്തൊക്കെ ആയിരിക്കാം ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പെന്ന് ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുക. പേന ഉണ്ടാക്കുന്ന ഒരു കമ്പനി, പേന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ പേന ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വേണം. റോ മെറ്റീരിയൽസ് ആയിട്ട് പ്ലാസ്റ്റിക് വേണം. ചിലപ്പോൾ റബ്ബറിൻ്റെ ഗ്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ റബ്ബർ വേണ്ടി വരും. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ക് എന്ന് പറയുന്ന ആ ഒരു റോ മെറ്റീരിയൽ. അപ്പോൾ സാധാരണ ഈ പെൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് ഇങ്ക് സാധാരണ മാനുഫാക്ചർ ചെയ്യാറില്ല. ഇങ്ക് എന്ന് പറയുന്ന ആ ഒരു റോ മെറ്റീരിയൽ മിക്കവാറും പർച്ചേസ് ചെയ്യണം മറ്റുള്ള കമ്പനീസിൽ നിന്ന്. ഈ ഇങ്ക് തന്നെ ഇങ്ക് ഉണ്ടാക്കുന്ന കമ്പനീസ് ഒരുപാടുണ്ടല്ലോ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. ഇങ്ക് മാത്രം മാനുഫാക്ചർ ചെയ്യുന്ന, അതിനുവേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കമ്പനീസ് ഉണ്ട്. അങ്ങനത്തെ കമ്പനീസിൽ നിന്ന് ഇങ്ക് എന്ന് പറയുന്ന ആ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത്. അത് പർച്ചേസ് ചെയ്യുന്ന റീസൺ എന്തെന്ന് പറഞ്ഞാൽ അതാണ് ലാഭകരം എന്ന് കമ്പനിക്ക് തോന്നിക്കാണും. ഇങ്ക് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ കമ്പനി സ്വയം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് പർച്ചേസ് ചെയ്യുന്നതാണ് ലാഭകരം എന്ന് കമ്പനിക്ക് തോന്നിക്കണം. അപ്പോൾ അങ്ങനെ ഈ പെൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി തന്നെ പേന ഉണ്ടാക്കാനുള്ള എല്ലാ കമ്പോണൻസും അത് മാനുഫാക്ചർ ചെയ്യുന്നില്ല. ചില കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യത്തുള്ളൂ, ചില കമ്പോണൻസ് ചിലപ്പോൾ പർച്ചേസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ പെൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയും ഇങ്ക് പർച്ചേസ് ചെയ്യും എന്ന് അർത്ഥമില്ല. വലിയ വലിയ കമ്പനീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്കും അവർ തന്നെ മാനുഫാക്ചർ ചെയ്യും. അതിനുള്ള മെഷീനറിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ മാനുഫാക്ചർ ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. അതുപോലെ വേറൊരു എക്സാമ്പിൾ എടുക്കാം, നമ്മുടെ കാറുകൾ എടുക്കാം. മാരുതിയുടെ കാർ എടുക്കാം. മാരുതി കാർ, ഇപ്പോൾ മാരുതി അല്ല, ഏത് ബ്രാൻഡിൻ്റെ കാറായിരുന്നാലും ആ കാറിൽ ഉപയോഗിക്കുന്ന ടയർ എന്ന് പറയുന്നത് ആ കമ്പനി തന്നെ ഉണ്ടാക്കുന്നതാണോ? മാരുതി കാർസ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഉണ്ടായിരിക്കുന്ന ടയർ എന്ന് പറയുന്നത് മാരുതി മാനുഫാക്ചർ ചെയ്യുന്നതാണോ? അല്ല, അത് മറ്റുള്ള ടയർ കമ്പനീസ് മാനുഫാക്ചർ ചെയ്യുന്ന ടയറായിരിക്കും അവർ ഉപയോഗിക്കുന്നത്. MRF അല്ലെങ്കിൽ ബ്രിസ്റ്റോണോ അല്ലെങ്കിൽ വേറെ സിയാറ്റോ, അങ്ങനെ ഏതെങ്കിലും ഒരു ടയർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ടയറായിരിക്കും അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ കമ്പനീസ്. അതിപ്പം ടാറ്റ ആയിരുന്നാലും മാരുതി ആയിരുന്നാലും ഏത് ഹുണ്ടായി ആയിരുന്നാലും. അപ്പോൾ ഈ ടയർ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റ് ഇവരാരും മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഈ കമ്പനീസ് കാർ മാനുഫാക്ചറിങ് കമ്പനീസ് ഈ ടയർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നില്ല, അവർ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുന്ന റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അതാണ് അവർക്ക് ലാഭകരം. അവർ ഈ ടയർ ഉണ്ടാക്കാനായിട്ട് ടയർ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരുപാട് മെഷീനറിയും ഒരുപാട് വർക്കേഴ്സും ഒക്കെ വേണം, ഒരുപാട് ലാൻഡും ഒരുപാട് ഫാക്ടറിയൊക്കെ വേണം. മാത്രമല്ല ഈ ടയർ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ്, ബലാറ്റയും അങ്ങനത്തെ മെറ്റീരിയൽസ് എല്ലാം വേണം, അതെല്ലാം പ്രൊക്യൂർ ചെയ്യണം. അങ്ങനെ മെനക്കെട്ട പണിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ടയർ ഉണ്ടാക്കുന്നതിനേക്കാളും ലാഭം എന്തെന്ന് പറയുന്നത് ടയർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ്. കുറച്ച് കൂടുതൽ കാശ് കൊടുത്താലും ശരി, ഒരു പക്ഷേ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിസ്കൗണ്ടൊക്കെ കിട്ടും. എന്നാൽ പോലും അവർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വരുന്ന അത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ടി വരത്തില്ല മറ്റുള്ള കമ്പനീസിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഈ കമ്പനീസ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കമ്പോണൻസ് ഒരുപാട് കാണും. എല്ലാ കമ്പോണൻസും അവരതിനെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. അവർ തന്നെ ജസ്റ്റ് നോക്കും ഏത് കമ്പോണൻസാണ് മാനുഫാക്ചർ ചെയ്യാൻ ലാഭകരം, ഏതൊക്കെ കമ്പോണൻസ് പർച്ചേസ് ചെയ്യുന്നതാണ് ലാഭകരം എന്നതിനെപ്പറ്റി അവർ ഒരുപാട് അനലൈസ് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഏത് കമ്പോണൻസ് എടുത്താലും മൊബൈൽ ഫോൺസ് എടുക്കുക. ഇപ്പോൾ മൊബൈൽ ഫോൺസ് എടുക്കുമ്പം ഇപ്പം ഷവോമിയുടെ മൊബൈൽ ഫോൺ നമ്മൾ കൺസിഡർ ചെയ്യുക. ഷവോമിയുടെ മൊബൈൽ ഫോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ ഷവോമി എല്ലാം ഉണ്ടാക്കുന്നത്, അത് പർച്ചേസ് ഐറ്റമാണ്. അതിലുപയോഗിക്കുന്ന ക്യാമറ സെൻസറും ഷവോമി എല്ലാം ഉണ്ടാക്കുന്നത്, അത് പർച്ചേസ് ഐറ്റം ആയിരിക്കും. അതുപോലെ തന്നെ ബാറ്ററിയും വേറെ കമ്പനി ഏതെങ്കിലും നിർമ്മിച്ചു കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ മെയിൻ PCB ബോർഡ്, പ്രിൻ്റർ സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്ന ആ സംഭവം മാത്രം, പിന്നെ അതിൻ്റെ ബാക്ക് കവറും പ്ലാസ്റ്റിക് കവറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷവോമി ഉണ്ടാക്കുന്നുള്ളതായിരിക്കും. ബാക്കി എല്ലാ സംഭവങ്ങളും പർച്ചേസ് ഐറ്റമാണ്. അതിൻ്റെ പ്രോസസ്സറും ഒക്കെ പർച്ചേസ് ഐറ്റം തന്നെയാണ്. പർച്ചേസ് ഐറ്റം അതെല്ലാം പർച്ചേസ് ഐറ്റം ആക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ
ഈ കമ്പോണൻസ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നതിനേക്കാളും ലാഭകരം പർച്ചേസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേ എന്ന സംഭവം മാനുഫാക്ചർ ചെയ്യുന്നതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അത് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഈ ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ്. ഷവോമിയൊക്കെ സാംസങ് പോലുള്ള കമ്പനീസിൽ നിന്നൊക്കെയാണ് ഡിസ്പ്ലേ ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ കേസ് എടുക്കുക. സാംസങ് ഡിസ്പ്ലേ അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അതേസമയം പ്രൊസസ്സർ സാംസങ് ഉണ്ടാക്കുന്നുണ്ട്, ക്യാമറ സെൻസർ അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും അവരുടെ ഫോണുകൾ ചിലപ്പോൾ മറ്റുള്ള കമ്പനീസിൻ്റെ ഡിസ്പ്ലേയും മറ്റുള്ള കമ്പനീസിൻ്റെ ക്യാമറ സെൻസറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ചിലപ്പോൾ വേറെ കമ്പനീസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അവർ ഈ ക്യാമറ സെൻസർ സാംസങ്ങിനേക്കാളും നല്ല ക്യാമറ സെൻസറാണ് സോണി മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടെ നല്ല ക്യാമറ ക്വാളിറ്റി വേണമെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണിൽ തന്നെ ചിലപ്പോൾ സോണി സെൻസർ യൂസ് ചെയ്യാൻ കാണും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി റോ മെറ്റീരിയൽ അല്ലെങ്കിൽ കമ്പോണൻസ് ഉണ്ടാക്കുന്ന കമ്പനീസിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കിയാണ് ഇവർ ഓരോ കമ്പോണൻസും സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യണോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ക്വാണ്ടിറ്റി ഒരു ഫാക്ടറാണ്, പ്രൈസ് അതിൻ്റെ കോസ്റ്റ് ഒരു ഫാക്ടറാണ്, ക്വാളിറ്റി ഒരു ഫാക്ടറാണ്. ബെറ്റർ ക്വാളിറ്റി പുറത്ത് അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ ഓരോ സ്ട്രാറ്റജിക് തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം കമ്പനിയുടെ ഒരുപാട് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ടോപ്പിക്കാണ് ഈ മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നതാണോ ലാഭകരം അതല്ല പർച്ചേസ് ചെയ്യുന്നതാണോ ലാഭകരം എന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഡെഫിനേഷൻ പോലെ ഈ ഒരു സെൻറ്റൻസ് വായിച്ചു നോക്കുക. ദ മാനുഫാക്ചർ ഓഫ് പർച്ചേസ് ഡിസിഷൻ ഓർ മേക്ക് ഓർ ബൈ ഡിസിഷൻ ഈസ് ദി ആക്ട് ഓഫ് മേക്കിംഗ് എ സ്ട്രാറ്റജിക് ചോയ്സ് ബിറ്റ്വീൻ പ്രൊഡ്യൂസിങ് ആൻ ഐറ്റം ഇൻറ്റേർണലി, അതായത് ഇൻ ഹൗസ്, ഓർ ബൈയിങ് ഇറ്റ് എക്സ്റ്റേണലി ഫ്രം ദി ഔട്ട്സൈഡ് സപ്ലയർ. അതായത് സ്വന്തമായിട്ടൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് സ്വന്തമായിട്ട് കമ്പനി തന്നെ ഉണ്ടാക്കുന്നതാണോ അതല്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണോ നല്ലത് എന്ന് ഉള്ള തീരുമാനം എന്നുള്ള സ്ട്രാറ്റജി ഡിസിഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ അല്ലെങ്കിൽ മാനുഫാക്ചർ ഓർ പർച്ചേസ് ഡിസിഷൻ എന്നുകൊണ്ട് അറിയപ്പെടുന്നത്. അപ്പം പുറത്തുനിന്ന് വാങ്ങിക്കണോ അതോ സ്വയം ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കുന്ന 3-4 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ആ 3-4 ഫാക്ടേഴ്സാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമുക്ക് ആ സംഭവം ആവശ്യമുള്ളൂ എങ്കിൽ പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇപ്പം വർഷം 100 പ്രോഡക്റ്റ്സ് മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് കരുതുക. വർഷം 100 പ്രോഡക്റ്റ്സേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള കമ്പോണൻറ്റ്, ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് 100 എണ്ണേ ആവശ്യമുള്ളൂ, ഒരു വർഷം 100 എണ്ണേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ 100 എണ്ണം ആവശ്യമുള്ള സമയത്ത് ആ കമ്പോണൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ലാഭകരം. ആ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് വെറും ഒരു വർഷം 100 എണ്ണം വേണ്ട ഒരു പ്രോഡക്റ്റ് കമ്പനി തന്നെ സ്വയം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനീസ് പുറത്ത് നല്ല കമ്പനീസാണ്, അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഒരു ഫാക്ടറാണ്. വളരെ കുറച്ച് വോളിയമേ ആവശ്യമുള്ളൂ എങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം ഒരുപാട് യൂണിറ്റ്സ് വേണ്ടി വരുന്നുവെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എങ്കിൽ പോലും ആ കമ്പനിക്ക് സ്വയം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതാണ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ കോസ്റ്റ് അനാലിസിസ്, ഏതാണ് ലാഭകരം, കമ്പനിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണോ ലാഭകരം അതോ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണോ ലാഭകരം എന്നുള്ള ആ ഒരു തീരുമാനം, അത് കോസ്റ്റ് അനാലിസിസ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് മാൻ പവർ, ലേബർ, അതിൻ്റെ ഇത് അവൈലബിൾ. ഇപ്പോൾ ചില കമ്പനീസ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഹ്യൂമൻ പവർ അവരുടെ കയ്യിലില്ലായിരിക്കാം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ പുറത്തുനിന്ന് ആ കമ്പോണൻറ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതേസമയം ആവശ്യത്തിന് മാൻ പവർ അവർ കമ്പനി തന്നെ ഉണ്ട് എങ്കിൽ ആ മാൻ പവറിനെ യൂസ് ചെയ്ത് അവർ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കും. പിന്നുള്ള പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ സാംസങ്ങിൻ്റെ കേസ് പറഞ്ഞതുപോലെ സാംസങ് സ്വന്തമായിട്ട് ക്യാമറ സെൻസർ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും ചില അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസുകൾ, വളരെ വില കൂടിയ ഫോണുകളിലെല്ലാം സോണിയുടെ സെൻസറാണ് യൂസ് ചെയ്യുന്നത്. കാരണം ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് മറ്റുള്ള കമ്പനീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ സാംസങ്ങും ഡിസ്പ്ലേസ് മറ്റുള്ള കമ്പനീസിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതായത് വില കുറഞ്ഞ ഫോൺസിൽ ഉപയോഗിക്കാനുള്ള ഡിസ്പ്ലേ മറ്റുള്ള കമ്പനീസിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. കാരണം സാംസങ് ഉണ്ടാക്കുന്നതിനേക്കാളും ചീപ്പായിട്ട് അല്ലെങ്കിൽ സാംസങ് ഉണ്ടാക്കുന്ന ഡിസ്പ്ലേക്കാളും കുറഞ്ഞ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ പുറത്തുള്ള കമ്പനീസ്, കുറച്ച് ചെറിയ കമ്പനീസ് ചീപ്പായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ ചീപ്പായിട്ടുള്ള ഡിസ്പ്ലേ വാങ്ങിച്ച് അവരുടെ ചില വില കുറഞ്ഞ ഫോണുകൾ ഉപയോഗിക്കുന്ന രീതിയും സാംസങ്ങിനുണ്ട്. സാംസങ്ങിൻ്റെ M സീരീസ് എന്ന് പറയുന്ന ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേയൊക്കെ മിക്കതും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡിസ്പ്ലേ ആണ്. അതായത് സാംസങ് ഉപയോഗിക്കുന്ന ഡിസ്പ്ലേക്കാളും ക്വാളിറ്റി കുറഞ്ഞ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ബെറ്റർ ക്വാളിറ്റി എന്ന് അർത്ഥമില്ല, കുറഞ്ഞ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റും ചിലപ്പം പുറത്തുനിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. പിന്നുള്ള പേറ്റൻസ്, ഇപ്പോൾ ചില പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനുള്ള പേറ്റൻസ് ഈ കമ്പനിയുടെ കയ്യിലുണ്ടാകത്തില്ല. അത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കമ്പനീസ് ഒരുപാട് റിസർച്ചൊക്കെ നടത്തി പേറ്റൻറ്റ് എടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പേറ്റൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ ഓരോ കമ്പനീസ് സ്വന്തം ഇഷ്ടപ്രകാരം പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനൊക്കത്തില്ല. ആ സ്പെഷ്യലൈസ് ചെയ്ത കമ്പനിക്ക് ഓർഡർ കൊടുത്ത് അവിടെ നിന്ന് മാത്രമേ വാങ്ങിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അതാണ് പേറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ടാണ് ആ കമ്പനി ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സ്വയം ഉണ്ടാക്കണോ അതോ പുറത്തുനിന്ന് വാങ്ങിക്കണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഇനി ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ വരെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ
കമ്പോണൻറ്റ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോഡക്റ്റിൽ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ കമ്പോണൻറ്റ് കമ്പനി തന്നെ ഉണ്ടാക്കണോ അതോ പുറത്തുനിന്ന് വാങ്ങിക്കണോ എന്ന് തീരുമാനിക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പർട്ടിക്കുലർ കമ്പോണൻറ്റ് കമ്പനിയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ 2 കോസ്റ്റ് മെയിനായിട്ട് വരുന്നുണ്ട്. ഒന്ന്, ആ പർട്ടിക്കുലർ കമ്പോണൻറ്റ് നിർമ്മിക്കാനുള്ള മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരു മെഷീൻ ആവശ്യമുണ്ട്. ആ മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് കമ്പനിയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഒരു മെഷീൻ വാങ്ങിക്കണം, 1 lakh rupees കൊടുത്ത് ഒരു മെഷീൻ വാങ്ങിക്കാറുണ്ട്. ആ മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 lakh rupees ആണ്. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ലേബർ കോസ്റ്റും കൂടെയുള്ള ആ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് 500 rupees ആണെന്നും കരുതുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് കമ്പനി തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ മെഷീൻ വാങ്ങിക്കാനായിട്ട്, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള മെഷീൻ വാങ്ങിക്കാനായിട്ട് 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കാനും 500 rupees ചിലവും വരുന്നുണ്ട്. അതിൻ്റെ റോ മെറ്റീരിയലിനും ലേബർ കോസ്റ്റും കൂടെ ചേർത്ത് 500 rupees ചിലവും വരുന്നുണ്ട്. എന്നാൽ അതേ പ്രോഡക്റ്റ് കമ്പനി സ്വയം ഉണ്ടാക്കുന്നതിനേക്കാളും പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് 1000 rupees സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസിങ് പ്രൈസ് ഓഫ് ദ കമ്പോണൻറ്റ് 1000 rupees, അതായത് പുറത്തുനിന്ന് ആ കമ്പോണൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ 1000 rupees അവർക്ക് ചിലവ് വരുന്നുണ്ട്. അതായത് സ്വയം ഉണ്ടാക്കുന്നുവെങ്കിൽ 500 rupees വരുന്നുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 1000 rupees ആവും. ഇരട്ടി വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ മെഷീനിന് വേണ്ടി ചിലവാക്കുന്ന 1 lakh rupees കോസ്റ്റ് അത് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഈ കമ്പനിക്കകത്ത് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം 1 lakh rupees കൊടുത്ത് മെഷീൻ വാങ്ങിച്ച് വയ്ക്കേണ്ടി വരും. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് 1000 rupees കൊടുത്ത് നമുക്ക് എത്ര യൂണിറ്റ്സ് വേണോ അത്രയും യൂണിറ്റ്സ് അങ്ങ് വാങ്ങിക്കാം. 10 units മതിയെങ്കിൽ 10 units എത്രയെന്ന് വെച്ചാൽ കാശ് കൊടുത്തങ്ങ് വാങ്ങിക്കാം, പർച്ചേസ് ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഒരു 3-4 കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കമ്പനിക്ക് 1 യൂണിറ്റ് മതി, അല്ലെങ്കിൽ 2 യൂണിറ്റ് വേണം, അല്ലെങ്കിൽ 10 യൂണിറ്റ് കമ്പോണൻറ്റ് വേണം, അല്ലെങ്കിൽ 100 യൂണിറ്റ് ആ കമ്പോണൻറ്റ് വേണം, അല്ലെങ്കിൽ 500 യൂണിറ്റ് ആ കമ്പോണൻറ്റ് വേണം. അങ്ങനത്തെ ഡിഫറെൻറ്റ് കേസസ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. ഇപ്പോൾ 1 യൂണിറ്റാണ് ആ കമ്പനിക്ക് വേണ്ടതെന്ന് കരുതുക. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കമ്പോണൻറ്റ് വേണം, ആ കമ്പോണൻറ്റ് ഒരെണ്ണം മതി. അപ്പം ഒരെണ്ണമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കമ്പനി സ്വയം കമ്പനിക്കകത്ത് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ 1,500,000 രൂപ ചിലവാകും. ഒരു കമ്പോണൻ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പോണൻ്റ് ഉണ്ടാക്കാനായിട്ട് 1,500,000 രൂപ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ കമ്പോണൻ്റ് ഉണ്ടാക്കാനായിട്ട് 1 lakh rupees മെഷീൻ വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഒരു പ്രോഡക്റ്റ് ഒരു കമ്പോണൻ്റ് മാത്രം ഉണ്ടാക്കി എങ്കിൽ പോലും ആ മെഷീൻ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് 1,00,000 രൂപ മെഷീനും വേണം. പിന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് റോ മെറ്റീരിയലിൻ്റെയും ലേബർ കോസ്റ്റും ആ രണ്ടും കൂടെ ചേർത്ത് 500 rupees ആവും. അപ്പോൾ ജസ്റ്റ് ഒരു കമ്പോണൻറ്റ് മാത്രം ഉണ്ടാക്കുന്നുവെങ്കിൽ പോലും കമ്പനിക്കകത്ത് സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ 1,500,000 രൂപയാവും. എന്നാൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വെറും 1000 രൂപയാവത്തുള്ളൂ. കാരണം ഒരു കമ്പോണൻറ്റ് ആവശ്യമുള്ളൂ, പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ജസ്റ്റ് 1000 rupees ആവുന്നുള്ളൂ. 2 കമ്പോണൻസ് ആണ് വേണ്ടതെന്ന് കരുതുക. 2 കമ്പോണൻസ് ഉണ്ട്, 2 യൂണിറ്റ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. 2 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുകയാണെങ്കിൽ 1,10,000 രൂപ ചിലവാകും. കാരണം 1,00,000 എന്ന് പറയുന്ന മെഷീൻ്റെ കോസ്റ്റും 1000 രൂപ എന്ന് പറയുന്ന 2 കമ്പോണൻസിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, 500 വെച്ച് 2 എണ്ണത്തിന് 1000 രൂപ. അപ്പോൾ 2 യൂണിറ്റ്സ് വെച്ചാണ് കമ്പോണൻറ്റ് വേണ്ടെങ്കിൽ 1,10,000 രൂപ ചിലവാകും. കമ്പനിയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ. പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വെറും 2,000 രൂപയാവുന്നുള്ളൂ. വ്യത്യാസം കണ്ടല്ലോ. ഈ 10 യൂണിറ്റ്സ് ആണ് വേണ്ടതെന്ന് കരുതുക. 10 യൂണിറ്റ്സ് കമ്പോണൻസിന് 10 യൂണിറ്റ്സ് വെച്ചാണ് വേണ്ടതെങ്കിൽ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ 1,05,000 രൂപ ചിലവാകും. വെറും 10 യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുവെങ്കിൽ 1,05,000 രൂപ ചിലവാകും. അതേസമയം 10 യൂണിറ്റ്സ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വെറും 10,000 രൂപ ആവത്തുള്ളൂ. ഒരു യൂണിറ്റിന് 1000 രൂപ വെച്ച് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. 10,000 രൂപ ആവുന്നുള്ളൂ 10 യൂണിറ്റ്സ് ആണ് വേണ്ടെങ്കിൽ. ഇനി ഇപ്പോൾ അടുത്തൊരു കേസ് നോക്കാം. നമുക്ക് 100 കമ്പോണൻസ് ആണ് വേണ്ടത്. 100 യൂണിറ്റ്സ്, ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് 100 യൂണിറ്റ്സ് ആണ് വേണ്ടതെന്ന് കരുതുക. അത് കമ്പനി തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ 1,50,000 ആവശ്യം വരും. 1,50,000 എങ്ങനെയാണ് വരുന്നത് പറഞ്ഞാൽ 1,00,000 രൂപ മെഷീൻ, ആ മെഷീൻ വാങ്ങിച്ച കാര്യത്തിൽ 1,00,000 രൂപ, ബാക്കി 50,000 എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ കോസ്റ്റാണ്. 100 എണ്ണം ഉണ്ടാക്കാനായിട്ട് 500 രൂപ വെച്ച് 50,000 രൂപയാണ്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും 1,50,000 രൂപയാവും 100 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ. അതേസമയം ഈ 100 യൂണിറ്റ്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 1,00,000 രൂപയേ ആവുന്നുള്ളൂ. 100 യൂണിറ്റ്സ് 1000 രൂപ വെച്ച്, ഒരു യൂണിറ്റിന് 1000 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 100 യൂണിറ്റ്സ് നമുക്ക് 1,00,000 രൂപയ്ക്ക് കിട്ടും. അപ്പോഴും സത്യം പറഞ്ഞാൽ 100 യൂണിറ്റ്സ് ആണ് ആവശ്യമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കമ്പനിക്ക് ലാഭകരം. അതേസമയം 500 എണ്ണം വേണമെന്ന് കരുതുക. കമ്പനിക്ക് ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് 500 എണ്ണം വെച്ച് വേണമെന്ന് കരുതുക. അത് കമ്പനി സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ വെറും 3,50,000 രൂപയാവുന്നുള്ളൂ. അതായത് 500 എണ്ണം ഉണ്ടാക്കാനായിട്ട് 1,00,000 രൂപ മെഷീൻ്റെ കോസ്റ്റ് വരും. ബാക്കി എന്ന് പറയുന്നത് 500 × 500 1,50,000 രൂപ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്കും 3,50,000 രൂപയ്ക്ക് 500 എണ്ണം നമുക്ക് കമ്പനിക്കകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ ഈ 500 എണ്ണം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 5,00,000 രൂപയാവും. ഒരു കമ്പൗണ്ടിന് 1000 രൂപ വെച്ച് കൊടുക്കണമല്ലോ, 5,00,000 രൂപയാവും. ഒരു പക്ഷേ ചിലപ്പോൾ ഡിസ്കൗണ്ട് വല്ലതും കിട്ടിയെന്നിരിക്കും. 500 എണ്ണം ഒരുമിച്ച് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ഡിസ്കൗണ്ട് വല്ലതും കിട്ടിയെന്നിരിക്കും. എന്നാലും ഈ 5,00,000 എന്നുള്ളത് ചിലപ്പോൾ 4,50,000 ഒക്കെ എങ്കിലും ആയെന്നിരിക്കും. അപ്പോഴങ്ങനെ നോക്കിയാൽ പോലും കമ്പനിക്ക് ലാഭം തന്നെയാണ്. കമ്പനി സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ 3,50,000 രൂപയെ അവിടെ ആവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ഒരുപാട് യൂണിറ്റ്സ് വേണം എങ്കിൽ കമ്പനിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് ലാഭകരം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു തീരുമാനമാണ് കമ്പനി എടുക്കേണ്ടത്.
അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കാം 100-നും 500-നും ഇടയ്ക്കാണ് ഇവിടെ സംഭവം കളി മാറിയത് നിങ്ങൾക്ക് മനസ്സിലാവും. 100-നും 500-നും ഇടയ്ക്ക് ഏതൊരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോഴേക്കും ഈ രണ്ട് വാല്യൂ എക്സ്പെൻസ്, മാനുഫാക്ചർ ചെയ്യുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന എക്സ്പെൻസ് രണ്ട് ഏകദേശം ഈക്വലായിട്ട് വന്നിട്ടുണ്ട് ഏതോ ഒരു പോയിന്റ് എത്തിയപ്പോഴും. 100-നും 500-നും ഇടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്രയാണ് നമുക്ക് കണ്ടെത്തണം. ഇപ്പം 200 അല്ലെങ്കിൽ 250 ഏതൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്തിയപ്പോഴേക്കും ഈ മാനുഫാക്ചർ ചെയ്യുന്ന എക്സ്പെൻസ് പർച്ചേസ് ചെയ്യുന്ന എക്സ്പെൻസ് ഏകദേശം ഈക്വലായിട്ട് വന്നിട്ടുണ്ട്. ആ പർട്ടിക്കുലർ വാല്യൂ എത്രയാണ് നമുക്ക് കണ്ടെത്തണം. ആ കണ്ടെത്തുന്ന ആ പ്രോസസ്സാണ് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ഈ മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസിനുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ ചെയ്യണം. അപ്പോൾ ആ പർട്ടിക്കുലർ വാല്യൂ ആണ് ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ പറയും. ഈ മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസിൽ ബ്രേക്ക് ഈവൻ പോയിന്റ്, അതായത് പർച്ചേസ് ചെയ്യുന്നതായിരുന്നാൽ കമ്പനിക്ക് അത് സ്വയം ഉണ്ടാക്കുന്നതായിരുന്നാൽ രണ്ടിനും ഒരേ എക്സ്പെൻസ് തന്നെയായിരിക്കും. അപ്പോൾ ആ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ആണ് ആവശ്യമെങ്കിൽ കമ്പനിക്കകത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെക്കാളും കൂടുതൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് വേണമെങ്കിൽ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പെർ യൂണിറ്റ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കമ്പനിക്കകത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. എന്നാൽ ആ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞതിൻ്റെ കാലം കുറച്ച് യൂണിറ്റ്സേ ആവശ്യമുള്ളൂ എങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ലാഭകരം. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നോക്കുക, നമ്മുടെ മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസ് ബ്രേക്ക് ഈവൻ അനാലിസിസിനെ പോലെ തന്നെ ഒരു ഗ്രാഫ് നമുക്ക് ഇതിലും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മാനുഫാക്ചറിങ് വേഴ്സസ് പർച്ചേസിൽ ഇതിൽ എക്സ് ആക്സിസ് ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതായത് ഒരു വർഷം എത്ര യൂണിറ്റ്സ് വെച്ച് വേണം, ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് എത്ര യൂണിറ്റ്സ് വെച്ച് ഒരു വർഷം വേണം, അതാണ് നമ്മൾ എക്സ് ആക്സിൽ എടുത്തിരിക്കുന്നത്. വൈ ആക്സിസിൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, അതിപ്പം കമ്പനിക്കകത്ത് ഉണ്ടാക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നു, ഒരു വർഷം ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നു, അതാണ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം ഫിക്സഡ് കോസ്റ്റ്. കമ്പനി ഈ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും സത്യം പറഞ്ഞാൽ കമ്പനി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുവെങ്കിൽ, അതാണ് ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് മേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. കമ്പനി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനാണ് മേക്ക് എന്ന് പറയുന്നത്. പർച്ചേസ് ഐറ്റം ആണെങ്കിൽ ബൈ എന്നാണ് പറയുന്നത്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ ബൈ എന്ന് പറയും. കമ്പനി സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മേക്ക് എന്ന് പറയും. അപ്പോൾ കമ്പനി സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് കോസ്റ്റാണ് വരുന്നത്, നമ്മൾ നേരത്തെ കണ്ടു, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും, കാരണം ക്വാണ്ടിറ്റി എണ്ണം കൂടുന്നതനുസരിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കൂടുന്നില്ല, ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് അതിനെ ഹൊറിസോണ്ടൽ ലൈനായിട്ട് എടുക്കുന്നു. അതേസമയം വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ഇങ്ങനത്തെ ഒരു ലൈനായിരിക്കും, ഒറിജിനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് വെച്ചിട്ട് ഈ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഉപയോഗിച്ച് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ലൈൻ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടെ സം ചെയ്തെടുത്ത ആ ഒരു പോയിന്റ്സ് പ്ലോട്ട് ചെയ്താണ് ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ എടുത്ത് ചെയ്യണം. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റ് എവിടെയാണ് വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്, അവിടെ നിന്നായിരിക്കും ടോട്ടൽ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പനി ഉണ്ടാക്കുന്നുവെങ്കിൽ, ആ പർട്ടിക്കുലർ കമ്പോണൻറ്റ് കമ്പനി തന്നെ ഉണ്ടാക്കുന്നുവെങ്കിലാണ് മേക്ക് എന്നിവിടെ കൊടുത്തിട്ടുള്ളത്, എങ്കിലുള്ള ടോട്ടൽ കോസ്റ്റ് ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുക. പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ വെച്ചോ ഓരോ യൂണിറ്റ് വെച്ച് പർച്ചേസ് ചെയ്യുകയാണ്, ഓരോ യൂണിറ്റ് വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര കോസ്റ്റ് വരുന്നു എന്നുള്ള ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യാം. അതാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ബൈ ചെയ്യുകയാണെങ്കിലുള്ള ആ ഒരു വാല്യൂ വെച്ചാണ് ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഇതിവിടെ വെച്ചത്, ഈ ഒരു ലൈൻ വെച്ചത്. അപ്പോൾ നമ്മളോട് നോക്കുക എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ലൈനും കൂടെ, ഈ ബൈ ചെയ്യുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് ലൈനും കമ്പനി സ്വയം ഉണ്ടാക്കുന്ന മേക്ക് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റ് ലൈനും, ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കോസ്റ്റ് ഏകദേശം ഈക്വലായിട്ട് വരും. കമ്പനി ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ കമ്പോണൻറ്റ് കമ്പനി സ്വയം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമയത്ത്, അപ്പോൾ അതിന് രണ്ടിൻ്റെ എക്സ്പെൻസ് ഏകദേശം ഈക്വലായിട്ട് വരുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് ആയിരിക്കും ഈ രണ്ട് ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ പോയിൻ്റാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ആ പോയിൻ്റ് നമ്മൾ എക്സ് ആക്സിലോട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ്സ് എത്രയാണെന്ന് കിട്ടും. ഇവിടെയുള്ള കണക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ഈവൻ പോയിന്റിനെക്കാളും കൂടുതലാണ് കമ്പനിയുടെ ഡിമാൻഡ് എങ്കിൽ, ഈ ബ്രേക്ക് ഈവൻ പോയിന്റിനെക്കാളും കൂടുതലാണ് കമ്പനിയുടെ ഡിമാൻഡ് എങ്കിൽ കമ്പനി സ്വയം ഉണ്ടാക്കുന്നതായിരിക്കും ലാഭകരം. കാരണം കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് കമ്പോണൻസ് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് കമ്പനിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതേസമയം ബ്രേക്ക് ഈവൻ പോയിന്റിനെക്കാളും കുറവാണ് ആ കമ്പനിയുടെ ഡിമാൻഡ്, ആ പർട്ടിക്കുലർ കമ്പോണിൻ്റെ ഡിമാൻഡ് എങ്കിൽ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ലാഭകരം. അത് കമ്പനിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ കമ്പനിക്ക് നഷ്ടം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിനെക്കാളും കുറവാണ് ഒരു പർട്ടിക്കുലർ കമ്പോണിൻ്റെ ഡിമാൻഡ് എങ്കിൽ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്രേക്ക് ഈവൻ ഡിമാൻഡിനെക്കാളും കൂടുതലാണ് പർട്ടിക്കുലർ കമ്പോണിൻ്റെ ഡിമാൻഡ് എങ്കിൽ കമ്പനിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ല, മാനുഫാക്ചർ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള ആ ഒരു ഡിസിഷനിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ ബ്രേക്ക് ഈവൻ പോയിന്റ് ദെൻ പർച്ചേസ് ചെയ്യുന്നതാണ് ലാഭകരം. അതേസമയം ഇഫ് ദ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ബ്രേക്ക് ഈവൻ പോയിന്റ് ദെൻ മാനുഫാക്ചർ. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതിനേക്കാളും കൂടുതലാണ് ഡിമാൻഡ് എങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതാണ് നല്ലത്. അതായിരിക്കും കമ്പനിക്ക് ലാഭകരം. അതാണ് നമ്മളിവിടെ ടേബിളിൽ കണ്ടത്.
ഈ ബ്രേക്ക് ഈവൻ പോയിന്റ്, ഈ കേസ് തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് എനിക്ക് തോന്നുന്നു 200 ക്ലോസ് ടു 200 എന്തോ സംതിങ് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ 100 എടുക്കുക, 100 കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റിനെക്കാളും കുറവാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുന്നതാണ് ലാഭകരം നമുക്ക് മനസ്സിലാവും. അതേസമയം 500 എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റിനെക്കാളും ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് റേറ്റ് കൂടി. അപ്പം 500, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാൾ ഒരുപാട് കൂടുതലാണ് 500. അപ്പോൾ 500ഒക്കെയാണ് ഡിമാൻഡ് എങ്കിൽ കമ്പനിക്കകത്ത് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം പെർ യൂണിറ്റ് കോസ്റ്റ് ഒക്കെ സത്യം പറഞ്ഞാൽ കുറവായിരിക്കും, പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസിഷനാണ് നമുക്ക് എത്തിച്ചേരേണ്ട. ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം ഈ ഒരു ഡിസിഷൻ എത്തിച്ചേരാൻ വേണ്ടിയുള്ള സംഭവമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന. ബാക്കി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇതിനെ നോക്കിയാൽ സംഭവം മനസ്സിലാവും. ഇതിൻ്റെ ബേസിക് ഐഡിയ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്ത് കാണിക്കാം. ഈ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് 2 കേസുണ്ട്. 2 കേസ് നമ്മൾ സോൾവ് ചെയ്യും. 2 രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യും. ഒന്ന് കുറച്ചുകൂടെ ലോജിക്കലായിട്ടുള്ള ഒരു രീതിയിലും, പിന്നെ രണ്ടാമത് ബ്രേക്ക് ഈവൻ അനാലിസിസ് ഉപയോഗിച്ചിട്ടുള്ള രീതിയിലും. ഈ 2 മെത്തേഡിലും നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ആദ്യം കുറച്ച് ലോജിക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ടെലിവിഷൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്, ടെലിവിഷൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. പഴയ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, കാരണം പിക്ചർ ട്യൂബിനെ പറ്റിയൊക്കെയാണ് ഈ പ്രോബ്ലത്തിൽ പറയുന്നത്. ഒരു കമ്പനി, ടെലിവിഷൻ ഉണ്ടാക്കുന്ന കമ്പനി, അവർ പിക്ചർ ട്യൂബ് ആവശ്യമുണ്ടല്ലോ, ഒരു ടി വിക്ക് ഒരു പിക്ചർ ട്യൂബ് വെച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പിക്ചർ ട്യൂബ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റ് പർച്ചേസ് ചെയ്യുന്നതാണോ നല്ലത്? പിക്ചർ ട്യൂബ് മാത്രം ഉണ്ടാക്കുന്ന കമ്പനീസ് ഒരുപാടുണ്ട്, അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണോ നല്ലത്? അതോ ഈ ടെലിവിഷൻ ഉണ്ടാക്കുന്ന കമ്പനി സ്വയം മാനുഫാക്ചർ ചെയ്യുന്നതാണോ നല്ലത്? ഏതാണ് നല്ലത് എന്നുള്ളത് അവർക്കൊരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പിക്ചർ ട്യൂബ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 2000 റുപ്പീസ് വെച്ച് ഓരോ യൂണിറ്റിനും കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം കമ്പനി സ്വന്തമായിട്ട് ആ പിക്ചർ ട്യൂബ് എന്ന് പറയുന്ന ആ കമ്പൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 12 ലക്ഷം രൂപയുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. കാരണം മെഷീനറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. 12 ലക്ഷം രൂപയുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഫിക്സഡ് കോസ്റ്റാണ്. ഇനിഷ്യൽ ഇൻവെസ്റ്റ് ആവശ്യമുണ്ട്. പിന്നെ വേരിയബിൾ കോസ്റ്റ് 1000 റുപ്പീസ് വെച്ചാവും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും അതിൻ്റെ ലേബർ കോസ്റ്റും കൂടെയൊക്കെ ആഡ് ചെയ്തതാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ 1000 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് സംഭവം. കമ്പനി സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പിക്ചർ ട്യൂബ് 1000 രൂപ മുടക്കി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ 12 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേസമയം ഇതൊന്നും നോക്കുന്നില്ല എങ്കിൽ ബ്ലൈൻഡായിട്ട് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാം. 2000 റുപ്പീസ് കൊടുത്ത്, അതായത് ഏകദേശം ഇരട്ടി വില കൊടുത്ത് 2000 റുപ്പീസ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഏതാണ് ആ കമ്പനി എടുക്കേണ്ടത്? ഏത് സ്വയം ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കണോ, അതോ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് തീരുമാനിക്കണോ എന്ന് കണ്ടെത്തണം. അപ്പോൾ അതിനിവിടെ 2 കേസസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കേസ് എന്താണെന്ന് പറഞ്ഞാൽ, കമ്പനിക്ക് ഒരു വർഷം 1000 TV-യുടെ സെയിൽസാണ് സാധാരണ വരുന്നത്. ഒരു വർഷം ആ കമ്പനി 1000 ടെലിവിഷൻ സെല്ല് ചെയ്യാറുണ്ട്. അപ്പോൾ അതായത് ഒരു വർഷം 1000 പിക്ചർ ട്യൂബിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് അർത്ഥം. ഡിമാൻഡ് 1000 ആണ് പിക്ചർ ട്യൂബിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1000 ആണ് ഡിമാൻഡ് എങ്കിൽ കമ്പനി പിക്ചർ ട്യൂബ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണോ നല്ലത്, അതോ സ്വയം ഉണ്ടാക്കുന്നതാണോ ലാഭകരം എന്ന് നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് 1000 ആണ്. ആദ്യം നമുക്ക് കമ്പനി സ്വയം ഉണ്ടാക്കുന്നെങ്കിലുള്ള ചിലവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് 1000 പിക്ചർ ട്യൂബ്. അപ്പം മാനുഫാക്ചർ ചെയ്യുന്നുവെങ്കിൽ 2 കോസ്റ്റ് വരുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 12 lakh റുപ്പീസ് നമ്മൾ കൊടുത്ത് 12 lakhs വരുന്നുണ്ട്. പിന്നെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ഒരു യൂണിറ്റിന് എടുക്കുന്ന എക്സ്പെൻസ് എത്രയാണ്. അപ്പോൾ 1000 ഒരു യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് 1000 രൂപയാണ് എക്സ്പെൻസ്. അങ്ങനെ 1000 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു വർഷം 1000 ടെലിവിഷൻ ആണല്ലോ വിൽക്കുന്നത്. അപ്പം 1000 പിക്ചർ ട്യൂബിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 1000 പിക്ചർ ട്യൂബ് ഉണ്ടാക്കാനായിട്ട് കമ്പനിക്ക് അത് സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും രൂപ, ഈ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്, ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോഴേക്കും 22 ലക്ഷം രൂപ വരുന്നുണ്ട്. ആ കമ്പനി സ്വയം 1000 പിക്ചർ ട്യൂബ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ 22 lakhs എക്സ്പെൻസ് വരുന്നുണ്ട്. അതേസമയം ഈ 1000 യൂണിറ്റ്സ് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയാവുമെന്ന് നോക്കാം. ഒരു പിക്ചർ ട്യൂബിന് 2000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 1000 പിക്ചർ ട്യൂബിന് എത്ര രൂപ വേണ്ടി വരും? 2000 രൂപ വെച്ച് 1000 പിക്ചർ ട്യൂബിന് 20 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അതായത് കമ്പനി സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ 22 ലക്ഷം രൂപ വരും. അതേസമയം പുറത്തുനിന്ന് പിക്ചർ ട്യൂബ് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് 20 ലക്ഷം രൂപയെ ആവുന്നുള്ളൂ. അതായത് 2 ലക്ഷം രൂപ ലാഭിക്കാനെടുക്കും. അപ്പോൾ ഈ ഒരു കേസിൽ പർച്ചേസ് ചെയ്യുന്നതാണ്, പുറത്തുള്ള കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കമ്പനിക്ക് ലാഭകരം എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് വെറും 1000 എണ്ണം മാത്രമാണ്. ഈ 1000 എന്നുള്ളത് ഒരുപാട് കൂടുതലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കമ്പനിക്കകത്ത് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാമായിരുന്നു ലാഭകരം. പക്ഷേ ഇവിടെ ഇപ്പം ഡിമാൻഡ് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ 1000 ആണ് ഡിമാൻഡ് എങ്കിൽ ബെറ്റർ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, അവർ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്, അടുത്ത വർഷം 2000 ആയിട്ട് അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. 1000 എന്നുള്ളത് 2000 ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ, TV-യുടെ പ്രൈസ് 10% കുറയ്ക്കും.
ഇപ്പോൾ ടി വിയുടെ പ്രൈസ് 10% കുറയ്ക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിൾ ഏകദേശം 2000 യൂണിറ്റ്സിൻ്റെ സെയിൽസ് കിട്ടുമെന്ന് അവർ പ്രിഡിക്റ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ 2000 യൂണിറ്റിൻ്റെ സെയിൽസ് വരികയാണെങ്കിൽ ആ പിക്ചർ ട്യൂബ് കമ്പനി തന്നെ ഉണ്ടാക്കുന്നതാണോ അതോ പുറത്തുനിന്ന് വാങ്ങിക്കാനാണോ ലാഭകരം എന്ന് നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ 2000 യൂണിറ്റ്സ് ആയിട്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ടി വിയുടെ വില 10% കുറയ്ക്കും. അപ്പോൾ ടി വിയുടെ വില എങ്ങനെയാണ് 10% കുറയ്ക്കുന്നത്? ടി വിയുടെ വില 10% കുറയ്ക്കാൻ അവർ ആകെയുള്ള ഇതെന്ന് പറഞ്ഞാൽ ഈ ഫിക്സഡ് കോസ്റ്റ് ഈ പിക്ചർ ട്യൂബ് ഉണ്ടാക്കാനുള്ള ഇത് കുറയ്ക്കാനും നോക്കത്തില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും കുറയ്ക്കാനും നോക്കത്തില്ല. അവർ കുറയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ടി വി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ ക്വാളിറ്റി അങ്ങ് കുറയ്ക്കും. റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് കമ്പോണൻസ് ഉണ്ടാക്കുന്നത്. ആ കമ്പോണൻസിൻ്റെ ക്വാളിറ്റി ചെറുതായിട്ടൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റും കുറയും. അപ്പോൾ കമ്പോണൻ്റെ ക്വാളിറ്റി എന്തായാലും നമ്മൾ ക്വാളിറ്റി കൺട്രോൾ നമ്മളിവിടെ നോക്കുന്നില്ല, ക്വാളിറ്റി നമ്മൾ കൂടിയ ക്വാളിറ്റീനെ പറ്റിയൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും കമ്പോണൻസിൻ്റെ പ്രൈസ്, അതിലുപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ പ്രൈസ് 10% വെച്ച് കുറയ്ക്കും. അങ്ങനെയാണ് അവർ ഈ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ പ്രൈസ് 10% വെച്ച് കുറയപ്പം അതിലുപയോഗിക്കുന്ന പിക്ചർ ട്യൂബിൻ്റെ പ്രൈസും 10% വെച്ച് കുറയും. നമ്മളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് നോക്കാം, ആ ഒരു കേസ് നോക്കാം. അപ്പോൾ ഈ പിക്ചർ ട്യൂബ് നമ്മൾ കമ്പനി തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ 1000 റുപ്പീസാണ് അതിൻ്റെ ചിലവ്. ഇവിടെ 10% വെച്ചിട്ട് സെക്കൻഡ് കേസിൽ 10% വെച്ച് അതിൻ്റെ കോസ്റ്റ് കുറച്ചു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 1000 റുപ്പീസ് എന്നുള്ളത് 10% കുറയ്ക്കുമ്പോഴേക്കും 900 റുപ്പീസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു പിക്ചർ ട്യൂബ് കമ്പനിക്കകത്ത് തന്നെ നിർമ്മിക്കാനായിട്ട് 900 റുപ്പീസ് സെക്കൻഡ് കേസിൽ ആവുന്നുള്ളൂ. ഈ എങ്ങനെയാണ് 900 റുപ്പീസ് ആക്കിയത് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയൊക്കെ ചിലപ്പോൾ കുറച്ച് കാണും. അങ്ങനെയാണ് ഈ 10% വില കുറച്ചത്. അപ്പോൾ 1000 റുപ്പീസ് എന്നുള്ളത് 900 റുപ്പീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം വേരിയബിൾ കോസ്റ്റ് ഇവിടെ കുറഞ്ഞു. അതേസമയം ഡിമാൻഡ് എന്നുള്ളത് 2000 ആയിട്ടുണ്ട്. കാരണം 10% വെച്ച് വില കുറയ്ക്കുകയാണെങ്കിൽ 2000 ആയിട്ട് സെയിൽസ് കൂടും എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഈ 2000 ആണ് ഡിമാൻഡ് എങ്കിൽ അത് വെച്ചിട്ട് കോസ്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള 2000 പിക്ചർ ട്യൂബ് കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാകും നോക്കാം. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ്ങിൻ്റെ അകത്ത് വരുന്നത്. ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് 12 lakhs തന്നെയാണ്, അതിൽ ചേഞ്ച് ഒന്നും വരത്തില്ല, 12 lakhs തന്നെയാണ്. പിന്നെ ഉള്ള വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 900 ആയി, 900 × 2000 ആണ്, 2000 ആണ് ഇപ്പോഴത്തെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 2000 × 900. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എടുക്കപ്പോഴേക്കും 30 lakhs എന്ന് പറയുന്നുണ്ട്. അതായത് 2000 പിക്ചർ ട്യൂബ് കമ്പനി തന്നെ നിർമ്മിക്കാനായിട്ട് 30 lakh റുപ്പീസിൻ്റെ ചിലവുണ്ട്. അതേസമയം ഇതേ പിക്ചർ ട്യൂബ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാൻ നോക്കി 10% പിക്ചർ ട്യൂബിൻ്റെ വിലയൊന്നും കുറയ്ക്കാൻ സാധിക്കത്തില്ല. കാരണം പിക്ചർ ട്യൂബിൻ്റെ വില തീരുമാനിക്കുന്ന മറ്റേ കമ്പനിയാണ്. അവർക്ക് 10% വില കുറച്ച് കൊടുക്കാനൊന്നും നോക്കത്തില്ല, അവർക്ക് അവർ പറയുന്ന വില തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതിന് മാറ്റമൊന്നുമില്ല, അത് 2000 തന്നെയാണ്. അത് നമ്മുടെ ഈ കമ്പനിയുടെ കയ്യിലൊന്നുമല്ല, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കമ്പോണൻസിൻ്റെ വിലയായിരുന്നു. അതിൻ്റെ ക്വാളിറ്റി ഒന്നും മറ്റേ കമ്പനി കുറയ്ക്കാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് 2000 റുപ്പീസ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 2000 റുപ്പീസ് വെച്ച് 2000 പിക്ചർ ട്യൂബ് പർച്ചേസ് അതിൻ്റെ വരും. അപ്പോൾ 2000 രൂപ വെച്ച് 2000 പിക്ചർ ട്യൂബ് പർച്ചേസ് ചെയ്യുമ്പോൾ 40 lakhs ആണ് വരുന്നത്. അതായത് 2000 പിക്ചർ ട്യൂബ് കമ്പനിക്കകത്ത് നിർമ്മിക്കുകയാണെങ്കിൽ 30 lakhsൻ്റെ ചിലവ് വരുന്നുള്ളൂ. അതേസമയം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 40 lakhsൻ്റെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ആ പിക്ചർ ട്യൂബ് കമ്പനി തന്നെ നിർമ്മിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ലാഭകരം. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഡബിളായി, 2000-ഓളം പിക്ചർ ട്യൂബിൻ്റെ ആവശ്യമുണ്ട്, ക്വാണ്ടിറ്റി ഡബിളായി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇതാണ് ലാഭകരം എന്ന സംഭവം, കമ്പനി തന്നെ നിർമ്മിക്കുന്നതാണ് ലാഭകരം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു തീരുമാനം. സെക്കൻഡ് കേസിലുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് കേസിലുള്ള തീരുമാനം. അപ്പോൾ ഇതേ സംഭവം തന്നെ നമുക്ക് ഇതിപ്പം കുറച്ച് ലോജിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെയും ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടെത്തി, മാനുഫാക്ചർ ചെയ്യുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റും പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടോട്ടൽ കോസ്റ്റും കൂടെ തമ്മിൽ കണ്ടെത്തിയിട്ടാണ് നമ്മളത് കമ്പയർ ചെയ്ത് ഏതാണ് മാനുഫാക്ചർ ചെയ്യുന്നതാണോ ലാഭകരം അതോ പർച്ചേസ് ചെയ്യുന്നതാണോ ലാഭകരം എന്ന് നമ്മൾ തീരുമാനത്തിലെത്തിയത്. ഇതേ സംഭവം നമ്മളിങ്ങനെ ചെയ്യുന്നതിനേക്കാളും ബ്രേക്ക് ഈവൻ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് ഇതേ സംഭവം ചെയ്യാം. ബ്രേക്ക് ഈവൻ അനാലിസിസിലെ ഇക്വേഷൻ നമുക്ക് ഈ ക്വസ്റ്റ്യന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യത്തെ കേസിൽ നമുക്ക് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിലെ ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ആദ്യത്തെ കേസ് എന്ന് പറയുമ്പം ഇവിടെ 1000 റുപ്പീസാണ് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് 2000 റുപ്പീസ് തന്നെയാണ് വരുന്നത്. ഡിമാൻഡ് എന്ന് പറയുന്നത് 1000 ആണ്. ഇവിടെ ഇപ്പം നോക്കുക, ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ F/S - V. നമ്മൾ നേരത്തെ തന്നെ കണ്ട അതേ ഇക്വേഷൻ. ഇവിടെ F എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്, ഇവിടെ 12 lakh റുപ്പീസാണ്. ഈ S എന്ന് പറയുന്ന സെല്ലിംഗ് പ്രൈസാണ്. നമ്മൾ സാധാരണ എഴുതിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ S ആയിട്ട് എടുക്കുന്നത് ഈ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട്, മറ്റുള്ള പുറത്തെ കമ്പനിയിൽ പർച്ചേസ് ചെയ്ത് വാങ്ങിക്കുന്ന ആ ഒരു എമൗണ്ടാണ് നമ്മളിവിടെ S എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. അതോടെ 2000 ആയിട്ട് എടുക്കുന്നു. ഈ V എന്നുള്ളത് വേരിയബിൾ കോസ്റ്റ്, കമ്പനിക്കകത്ത് തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ഉള്ള ചിലവ്, അതാണ് 1000 റുപ്പീസ്. അത് നമ്മൾ V ആയിട്ട് ഇവിടെ എടുക്കുന്നു. ഈ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് 1200 യൂണിറ്റ്സ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. അതായത് 1200 പോയിന്റ്സ് നമ്മളുടെ ഗ്രാഫിലൂടെ നോക്കിയപ്പോൾ ഈ ഒരു പോയിന്റ് 1200 ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മളിവിടെ ഒരു കണ്ടീഷൻ പഠിച്ചു, ഡിമാൻഡ് ബ്രേക്ക് ഈവൻ പോയിനേക്കാളും കുറവാണ് എങ്കിൽ പർച്ചേസ് ചെയ്യുക, അതേസമയം ഡിമാൻഡ് ബ്രേക്ക് ഈവൻ പോയിനേക്കാളും കൂടുതലാണെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക എന്നൊരു സംഭവം പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഡിമാൻഡ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് 1200 കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡിമാൻഡ് എത്രയാണ്? 1000. അതായത് ബ്രേക്ക് ഈവൻ പോയിനേക്കാളും കുറവാണ്, ബ്രേക്ക് ഈവൻ പോയിനേക്കാളും കുറവാണ് നമ്മുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ആ സാധനം പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കമ്പനിക്ക് ലാഭം. അപ്പോൾ അതേ തീരുമാനത്തിൽ തന്നെയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. അപ്പം ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയാണെന്ന് കണ്ടെത്തിയാൽ അത് വച്ച് തന്നെ നമുക്ക് പറയാനൊക്കും പർച്ചേസ് ചെയ്യുന്നതാണോ മാനുഫാക്ചർ ചെയ്യുന്നതാണോ നല്ലതെന്ന്. ഇവിടെ നമ്മൾ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയാണെന്ന് കണ്ടെത്തി, ഇവിടെ 1200 കിട്ടി. ഡിമാൻഡ് എത്രയാണ് നമ്മൾ നോക്കുമ്പോൾ 1000 നമ്മൾ കാണുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ബ്രേക്ക് ഈവൻ പോയിനേക്കാളും കുറവാണ് ഈ ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് കമ്പനിക്ക് ലാഭകരം എന്ന് നമുക്ക് അവിടെ കൺക്ലൂഷൻ എഴുതുന്നു. ഇതേ കൺക്ലൂഷൻ തന്നെയാണ് നമ്മളിവിടെ ഈ ഒരു മെത്തേഡിലൂടെ ചെയ്തപ്പോഴും നമ്മൾ കണ്ടെത്തിയത്, പർച്ചേസ് ചെയ്യുന്നതാണ് ലാഭകരം എന്ന സംഭവം തന്നെ എന്ന തീരുമാനത്തിൽ തന്നെയാണ് നമ്മളിവിടെ എത്തിയത്. അതേ സംഭവം തന്നെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിലൂടെ നമ്മൾ കണ്ടെത്തിയത്. ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു, അത് ഡിമാൻഡിനേക്കാളും ഈ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സിനേക്കാളും കുറവാണ് ആക്ച്വലായിട്ടുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതേ സംഭവം തന്നെ സെക്കൻഡ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് കേസിൽ ഡിമാൻഡ് 2000 കൂടിയിട്ടുണ്ട്, അതേസമയം പ്രൈസ് കുറച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഈ വേരിയബിൾ കോസ്റ്റ് 1000 നിന്ന് 900 ആയിട്ടുണ്ട്. അപ്പോൾ ആ കേസിലുള്ള ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയാണെന്ന് നോക്കാം. ഇതേ ഇക്വേഷൻ തന്നെ F/S - ഇവിടെ F സെയിം തന്നെയാണ്, 12 lakhs തന്നെയാണ്. S എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല, 2000 rupees തന്നെയാണ് S ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടെ വിയുടെ വാല്യൂ 900 ആയിട്ട് എടുക്കുന്നു. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് 1091 എന്ന് കിട്ടുന്നു. അതായത് ഈ സെക്കൻഡ് കേസിലുള്ള ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1091. ഇവിടെ ഇപ്പം നോക്കുക, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 2000. അതായത് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സിനെക്കാളും ഒരുപാട് കൂടുതലാണ് ഈ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പം പിന്നെ നമുക്ക് കണ്ണു കുറച്ച് പറയാം മാനുഫാക്ചർ ചെയ്യുന്നതാണ് ലാഭകരം. ഇപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രേക്ക് ഈവൻ പോയിനേക്കാളും കൂടുതലാണ് ഈ ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അപ്പം തന്നെ നമുക്ക് എഴുതാം മാനുഫാക്ചറിങ് ഈസ് മോർ പ്രോഫിറ്റബിൾ ഫോർ ദ കമ്പനി. മാനുഫാക്ചർ ചെയ്യുന്നതാണ് നല്ലതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതേ കൺക്ലൂഷൻ തന്നെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ സോൾവ് ചെയ്തപ്പോഴും നമ്മൾ എത്തിച്ചേർന്നത്, മാനുഫാക്ചർ ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഈ ഒരു സംഭവത്തിലൂടെ എത്തിച്ചേർന്നു. അപ്പം നമ്മുടെ ഈ ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് 2 മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. 2 മെത്തേഡിലും സോൾവ് ചെയ്ത് വയ്ക്കണമെന്നില്ല, ഇഷ്ടമുള്ള മെത്തേഡിൽ സോൾവ് ചെയ്യാം. ഒന്ന് കുറച്ച് ലോജിക്ക് അനുസരിച്ചുള്ള ഈ ഒരു മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. അതല്ല എങ്കിൽ ഈസി ആയിട്ട് ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടുന്ന രീതിയിൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയാണെന്ന്, ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ ബേസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നതാണോ അത് മാനുഫാക്ചർ ചെയ്യുന്നതാണോ ലാഭകരം എന്ന് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു എക്സാമ്പിൾ കൂടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിനെ നോക്കിയാൽ മതി, സംഭവം ഏകദേശം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് പർച്ചേസ് മാനുഫാക്ചറിങ് ഓർ പർച്ചേസ് ഡിസിഷൻ അല്ലെങ്കിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.